കാട്ടുകൊമ്പനെ കൂട്ടിലാക്കാൻ. പാലക്കാട് ധോണിയെ ഭീതിയിലാഴ്ത്തുന്ന കാട്ടാന PT-7 പിടികൂടാനുള്ള ദൗത്യം തുടരുന്നു. വനം വകുപ്പിന്റെ പ്രത്യേക ദൗത്യ സംഘം ആനയ്ക്ക് അരികിലെത്തിയെങ്കിലും ആന കൂടുതൽ ഉൾവനത്തിലേക്ക് മാറുകയാണ്. ആനയെ മയക്കുവെടിവെക്കാൻ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് വനം വകുപ്പ്. വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നു. ആന്റണി, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ആന ഇപ്പോഴും ഉൾവനത്തിൽ തന്നെയാണോ? എങ്ങനെയാണ് ആനയെ മയക്കുവെടി വെക്കാനുള്ള ആ ഒരു പുരോഗതി എങ്ങനെയാണിപ്പോൾ? ഭദ്ര, ആന ഇപ്പോഴും ഉൾക്കാട്ടിൽ തന്നെ തുടരുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന പ്രദേശത്ത് നിന്ന് ആന കൂടുതൽ അകത്തേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ച് ഇന്ന് മയക്കുവെടി വെക്കാൻ സാധിക്കില്ല എന്നൊരു നിഗമനത്തിലാണ് ദൗത്യസംഘമുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ നിന്ന് അവർ മടങ്ങാനുള്ള ഒരു ഒരുക്കമാണ്. ഒരു സംഘം അവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. ഒരു സംഘം കുറച്ച് അല്പസമയം കൂടി അവിടെ തുടർന്ന ശേഷം മടങ്ങുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ അവർ പറയുന്നത്. ഏതായാലും ഇന്ന് മയക്കുവെടി വെക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇതുവരെ നിലവിലില്ല എന്നുള്ളതാണ്. ആന അത്തരം ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. കൂടുതൽ അകത്തേക്ക് ആന പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ആന ഉണ്ടായിരുന്നത് ആ വനാതിർത്തിയോട് ചേർന്നുള്ള ഒരു സമതല പ്രദേശത്താണ്. പക്ഷേ കുറച്ച് 9:30 കൂടി ആന കുറച്ചുകൂടി കാട്ടിലേക്ക് കയറി കുറേ നേരം ഒരു ചെങ്കുത്തായ പ്രദേശത്ത് നിലയുറപ്പിച്ചു. അവിടെ മയക്കുവെടി വെക്കുക അസാധ്യമായ അല്ലെങ്കിൽ പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. തുടർന്ന് ഈ ആനയെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം വനം വകുപ്പിന്റെ ദൗത്യ സംഘം നടത്തിയെങ്കിലും അത് വിജയിച്ചില്ല. തുടർന്ന് ആന കൂടുതൽ ഉള്ളിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. പിന്നാലെ വനം വകുപ്പ് സംഘം പോയെങ്കിലും ആന തിരികെ ഒരു സേഫായ ഒരു സ്ഥലത്തേക്ക് വരുന്ന ഒരു നിലവിലില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ആന പുറത്തേക്ക് വരുന്നത് വരെ കാത്തിരിക്കാം എന്നുള്ള നിലപാടിലാണ് അവരുള്ളത്. ഏതായാലും ഒരു സംഘം, ഈ 72 അംഗ സംഘമാണ് അവിടേക്ക് പോയത്. അതിലൊരു സംഘം മടങ്ങുന്നു. പ്രധാന സംഘം ഇപ്പോഴും അവിടെ തന്നെ തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവരും വൈകുന്നേരം വരെ നോക്കിയ ശേഷം ഒരുപക്ഷെ മടങ്ങിയേക്കും. ഏതായാലും ഈ ദൗത്യം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് പോകുമ്പോൾ ഈ PT-7 കൂടുതൽ അകത്തേക്ക് ഉൾവനത്തിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് മയക്കുവെടി വെക്കാനുള്ള സാധ്യതകൾ കുറവാണ്. ഭദ്ര. ആന്റണി, അതുപോലെ തന്നെ ഈ ദൗത്യ സംഘം മടങ്ങുന്നു എന്ന് പറയുന്നു. ഈ കുങ്കിയാനകളുടെ അവസ്ഥ എന്താണ്? ഭദ്ര, അവരെല്ലാവരും ചേർന്ന ഒരു സംഘമാണ്. ഇനി അവിടെ രാത്രി അല്ലെങ്കിൽ ഈ വൈകുന്നേരം ഈ സമയം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ മയക്കുവെടി വെക്കുന്നതിൽ ഉൾപ്പെടെ. അപ്പോൾ ഈ ഒരു സമയത്തും ഇനി അത് പ്രായോഗികമല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ദൗത്യസംഘം പടിപടിയായി ഇപ്പോൾ അവിടെ നിന്ന് മടങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു പ്രധാന സംഘം മാത്രം, ഈ ഡാർട്ടിംഗ് ടീം അവിടെ ഉണ്ടാവും. പക്ഷേ അതേസമയം ആനയെ നിരീക്ഷിക്കുന്ന സംഘവും ആനയ്ക്കൊപ്പം തന്നെ തുടരുന്നുണ്ടാകും. ഏതായാലും ഇപ്പോൾ കുങ്കിയാനകൾ ഉൾപ്പെടെയുള്ളവരുടെ കാര്യത്തിൽ അത് വ്യക്തതയില്ല. ഏതായാലും ഒരു സംഘം അവിടെ നിന്ന് മടങ്ങി എന്നത് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ 3 മണി വരെ ഇനിയുള്ളവരും അവിടെ തുടരും. ഇനി ആന കൂടുതൽ ഉള്ളിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരും കുറച്ചുകൂടി കാത്ത ശേഷം മടങ്ങും. ഏതായാലും ഇന്ന് ദൗത്യം ഈ മയക്കുവെടി വെക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭദ്ര. പാലക്കാട് ധോണിയെ ഭീതിയിലാഴ്ത്തുന്ന കാട്ടാന PT-7 പിടികൂടാനുള്ള ദൗത്യം തുടരുന്നുണ്ട് എങ്കിലും ഇന്ന് മയക്കുവെടി വെക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് ഇപ്പോൾ ആന്റണി ജിസ് ജോർജ് നൽകിയിരിക്കുന്ന വിവരം. ആനയെ മയക്കുവെടി വെക്കാൻ സുരക്ഷിതമായ സ്ഥലത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് വനം വകുപ്പ്. വിശദാംശങ്ങൾ നൽകിയത് ആന്റണി ജിസ് ജോർജ് ആണ്. അതേസമയം വന്യമൃഗശല്യം ഒഴിവാക്കാൻ വൈത്തിരി മോഡൽ ജനകീയ പ്രതിരോധം നടപ്പാക്കണമെന്ന